ഇന്നലെ വന്നൊരു ന്യൂസാണ്. ന്യൂസിലൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസ് അറിയുന്നത്. ബിജു സോപാനം, നമ്മുടെ ഉപ്പും മുളകും ഫെയിം ബാലു എന്ന് അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനം, SP ശ്രീകുമാർ മെമ്മറീസിൽ പൃഥ്വിരാജിൻ്റെ വില്ലൻ, പിന്നെ നമ്മുടെ മറിമായം, പിന്നെ ഈ ഉപ്പും മുളക് ഇതിൻ്റെയൊക്കെ ഫെയിം ആയിട്ടുള്ള SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. സീരിയൽ ചിത്രീകരണത്തിൻ്റെ ലൈംഗികാതിക്രമണമെന്ന് നടിയുടെ പരാതി. ഓക്കെ, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പലരുടെയും പരാതികളും അതിൽ ജെന്യുവിനായിട്ട് ഇത് ഫേക്കായിട്ടുള്ളത് ഇതെന്ന് അറിയാതുള്ള കൺഫ്യൂഷൻസും മീഡിയയുടെ ഒരു ആഘോഷവും സംഗതികളൊക്കെ ആ ഒരു സ്റ്റേജ് ഫുള്ളിങ്ങനെ കണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ മലയാളികൾ. ഇപ്പം എന്താണെങ്കിലും ഇത് സീരിയൽ ചിത്രീകരണത്തിനിടെയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. സോ സീരിയൽ എന്താ പറയുക, നടന്മാരുടെയും നടിമാരുടെയും കൂട്ടായ്മയിൽ ഇത് കേസായി പോയിട്ടുണ്ടോ, അതിനുശേഷം സ്റ്റേഷനിൽ പോയതാണോ, എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു ബിൽഡപ്പ് എന്നുള്ളതും ആൻഡ് ഈ സംഭവം എപ്പോഴാണ് നടന്നതെന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ആക്ച്വലി BNS ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു കേസാണ് ഇതെന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. ദാറ്റ് മീൻസ് 2024 ജൂലൈ 1 മുമ്പ്, ഈ കൊല്ലം തന്നെയാണ്, പക്ഷേ ജൂലൈയുടെ മുമ്പാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്. ബിക്കോസ് ഇത് ആദ്യം IPCയിൽ കേസിട്ടിട്ട് പിന്നെ BNSലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഒരുപാട് ചാനലിൽ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഡീറ്റെയിൽസ് ഒന്നുമില്ലാണ്, ചിലതിലൊക്കെ ഒരുമാതിരി ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച പരിപാടിയാണ്. ഞാനിവിടെ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ആ നടി ആരാണെന്നറിയാമോ? ബാലുവിനും ശ്രീകുട്ടനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. ബാലു പീഡിപ്പിച്ചു, ഉപ്പും മുളകും ബാലു. ആ നടി ഇവരാണോ? ഞെട്ടിപ്പോയി മലയാളികൾ. നടിയെ ക്രൂരപീഡനം, ബിജു സോപാനവും ശ്രീകുമാറും പെട്ടു. സീരിയൽ സെറ്റുകളിലും പെൺവേട്ട വ്യാപകം. ഓക്കെ, ഇങ്ങനെ അതായത് നടി ആര്. ഇപ്പം ആ സീരിയലിൽ അഭിനയിച്ച ആരും പെട്ടുപോകുന്നൊരവസ്ഥ, ഏതൊരു സ്ത്രീയായ വ്യക്തിയും പെട്ടുപോകുന്നൊരവസ്ഥയാണ്. ഓക്കെ, ഇനി ആ സെറ്റിലൊരു പട്ടിയും പൂച്ചയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പോലും പെട്ടുപോകുന്നുള്ളൊരവസ്ഥയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ലൈക്ക് ഈ കമൻറ്റ് ബോക്സ് ഡിസ്കഷനൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നടി ആര് എന്നാണ് തപ്പാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നടിയുടെ ഫോട്ടോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ മീഡിയയ്ക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ മീഡിയയ്ക്ക് ഇവരുടെ ഫോട്ടോ സാധനങ്ങളും വെച്ച് അടിക്കുന്നതിൽ ഒരു കുറവുമില്ല. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ആ പെർട്ടിക്കുലർ ന്യൂസ് ബൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ന്യൂസിലും എവിടെയും ഇത് ഏത് സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൽ വെച്ച് നടന്നു അല്ലെങ്കിൽ ആര് എന്ത് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഊഹാപോഹം പറയാം, ഇത് നടന്നത് ഉപ്പും മുളകിൻ്റെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഊഹിച്ച് പറയാൻ പറ്റുന്നല്ലാതെ ഇതേത് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിലാണ് നടന്നത്, ആരാണ് കേസ് കൊടുത്തതെന്നും ഡീറ്റെയിൽസ് ഇല്ലല്ലോ. നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം, അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ? സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി SP ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രാഥമിക വിവരം പ്രകാരം ബിജു സോപാനം എന്ന് പറഞ്ഞ
ബാലു, ഉപ്പും മുളകിലെ ബാലുവിനെതിരെയാണ് ഫസ്റ്റ് കേസുള്ളത്. അതായത് ലൈംഗിക അതിക്രമ പീഡന ആരോപണം ഉള്ളത് ഈ ഒരു വ്യക്തിക്കെതിരെയാണ്. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിയണം. ഇനീഷ്യൽ ഒരു കേസും കാര്യങ്ങളും വരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് SITക്ക് ഈ കേസ് എന്താണെങ്കിലും പോകും. SITയുടെ ലോഡും ഭയങ്കര കൂടുതലാണ്. 10-40 കേസ്. അതിൽ എനിക്ക് തോന്നുന്നത് അവർ കംപ്ലീറ്റ് ചെയ്തത് 3-4 കേസുകൾ മാത്രമേ ഉള്ളൂ. SIT നമ്മളുടെ അറിവിൽ 3-4 കേസുകൾ മാത്രമേ അവർ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ക്ലോസ് ചെയ്ത കേസുകളിലും ഇപ്പം നിവിൻ പോളിയുടെ കേസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാം അതൊരു ഫ്രെയിമിംഗ് ആയിരുന്നു. നിവിൻ പോളിക്ക് അതായത് ഒരു ഫാബ്രിക്കേറ്റഡ് സാധനമായിരുന്നു, ഫേക്ക് സാധനമായിരുന്നു. പക്ഷെ നിവിൻ പോളിക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിവിൻ പോളിക്കാണെന്നുള്ളത് മാത്രമല്ല, അതിൽ 1-2 വേറെ കേസുകൾ, അതിൽ ഞാൻ പോകുന്നില്ല. കാരണം നിവിൻ പോളിയുടെ കേസാണ് നമുക്ക് ഔട്ട് ആൻഡ് ഔട്ട് മനസ്സിലായത് പക്ക ഒരു ഫേക്ക് സാധനമാണെന്നുള്ളത്. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിവിൻ പോളി ആണെങ്കിലും ഇപ്പോൾ ഫേക്ക് കേസുകളോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത കേസുകളിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവരനുഭവിക്കുന്നൊരു വൻ സീനില്ലേ. ഇത് ഈ കേസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഈ ഫേക്ക് സാധനം, അതായത് ഈ ആരോപണം ഉന്നയിച്ച ലേഡി, അവരിത് ഫേക്കാണ് ആരോപണം ഉന്നയിച്ചതെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു വേറെ ബോച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരിനി നാളെയും വേറെ ആർക്കെതിരെയും വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ആരോപണം നടത്താം, ഫേക്കായിട്ട് അവർക്ക് പറഞ്ഞിട്ട് പോവാം. മനസ്സിലാവും. അതിനുള്ളൊരു ഇതുണ്ടേ, നിയമപരമായിട്ടുള്ളൊരു ഫ്രീഡം ഇവിടെ സ്ത്രീകൾ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കേസിൻ്റെ മെറിറ്റ്സിലല്ലട്ടോ പറയുന്നത്. ഈ കേസിന് ഒരു ഡീറ്റെയിൽസും നമുക്കറിയില്ല. ഈ കേസിന് ഒരു കാര്യവും നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനും പറ്റില്ല. ബിക്കോസ് ഈ കേസിൽ ഒരു പ്രമുഖ നടി എന്നല്ലാതെ വേറൊരു ഡീറ്റെയിലിങ്ങും ന്യൂസിലെവിടെയും അവരും കൊടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംശയം വന്നതുകൊണ്ടാണോ SITക്ക് കൊടുത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഫർദർ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നമുക്ക് ഇപ്പോൾ ചാടി കയറിയിട്ട് ഇവരങ്ങനെ അത് പറയാൻ പറ്റില്ല. ബട്ട് ഇവരനുഭവിക്കുന്നൊരു വിഷയം നിങ്ങൾ ആലോചിക്കണം. ഞാൻ അത് ആലോചിച്ച് നോക്കുന്നു. ഈ 2 വ്യക്തികൾ ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോയിട്ട് ഓക്കെ തെറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ വന്നോട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 2 വ്യക്തികളുടെ ഒരു ഗതിയാണെങ്കിൽ ഇവരെ പേഴ്സണൽ പ്രൊഫൈൽസിലൊക്കെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയ സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ടൊന്നും വെക്കുന്നില്ല. ഇത് റീസെൻ്റ്ലി ഇട്ട ഫോട്ടോവിന് അടിയിലൊക്കെ കമൻറ്റുകൾ മറ്റേ പരിപാടികൾ വരാൻ തുടങ്ങി. കുറേ സാധനങ്ങളുണ്ട്. നിങ്ങളൊന്ന് പേഴ്സണലി കയറി നോക്കിയാൽ മതി. അതായത് ഇതിനിടയിൽ ഒരു നടി പറഞ്ഞല്ലോ അവർ കല്യാണം കഴിക്കാൻ പോകുക എന്നുള്ളത്, അത് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ അറ്റാക്കിലേക്കും സാധനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കുറേ കേസുകളും ന്യൂസുകളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ചില കേസുകളൊക്കെ അതിൻ്റെ മെറിറ്റ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ സ്റ്റേജിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഇതേപോലെ ഈസിയാണ് നടന്മാർക്കെതിരെ അല്ലെങ്കിൽ ഒരു പുരുഷനെതിരെ പെട്ടെന്ന് വന്നിട്ടൊരു കേസ് കൊടുത്തിട്ട് പോകാൻ. ഓക്കെ, അതുകൊണ്ട് വരുന്ന ഡാമേജ് പറ്റിയ ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് ഇപ്പോൾ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഇത് ഇവർ ചെയ്യാത്തവരാണെങ്കിൽ, ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ല. ഇത് പല കേസുകളും ഒരു പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വരെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഞാൻ പറയുന്നു, ഇതിലല്ല പറയുന്നത്, ഇതിൽ സംസാരിക്കാനും പറ്റില്ല. SITയെ ഒരുപാട് പേര് വീഡിയോസിൽ പറഞ്ഞു SIT എന്ത് ചെയ്തു, SIT അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. SIT പ്രോപ്പർ ചാനലിൽ എല്ലാ കേസും എടുത്തു വെച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഞാൻ SITയുടെ മുന്നിൽ പോയി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിൽ പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ടൈമിൽ ഒരു പെർട്ടിക്കുലർ കേസ്, ഓക്കെ, ആ കേസിൽ ഞാൻ ചെയ്തൊരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്നോട് കുറേ കാര്യം ചോദിക്കും. ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ള കുറേ ഡീറ്റെയിൽസ് കൊടുക്കും. അങ്ങനെ കുറേ നമുക്കറിയടേ. എനിക്ക് SIT എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ SIT എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അന്ന് ഞാൻ കണ്ടതാണ്. സോ അവരത് ഡ്രോപ്പ് ചെയ്യുന്നില്ല, ഒരു കേസും അവർ ഡ്രോപ്പ് ചെയ്യുന്നില്ല. അവർ ക്ലോസ് ചെയ്താൽ മാത്രമേ അത് ക്ലോസ് ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അവരെപ്പോഴും എല്ലാ കേസിൻ്റെയും പിന്നാലുണ്ട്. പക്ഷെ അവർക്ക് ലോഡ് കൂടുതലാന്നുള്ളൊരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. അവരെ 10-40 കേസ് ഇപ്പോൾ സിനിമ വിട്ട് ഇപ്പോൾ സീരിയലിന് ഒരു കേസ് വരുന്നു. ഓക്കെ, ആൻഡ് ദിസ് പെർട്ടിക്കുലർ കേസ് ഞാൻ വീണ്ടും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, ഇതെന്താണെങ്കിലും ജൂലൈയുടെ മുമ്പ് നടന്നൊരു കേസാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി സംഭവമാണ്. പോലീസ് കേസോ കാര്യങ്ങളോ ആയിട്ടില്ല. ജൂലൈയുടെ മുമ്പ് 2024 ജൂലൈയുടെ മുമ്പ് അന്ന് കേസോ കാര്യങ്ങളോ ആവാത്തൊരു സംഗതി ഇപ്പോഴാണ് ഇത് കേസായിട്ട് വരുന്നത്. അതോ അന്ന് തന്നെ ഈ നടി കേസ് കൊടുത്തിരുന്നോ, അന്ന് തന്നെ അന്വേഷണവും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ, അന്ന് നടന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും വന്നത്, അതിനുശേഷം SITക്ക് വിട്ടെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിരിക്കണം.
എന്താണെങ്കിലും സിനിമയിൽ നിന്ന് കാര്യങ്ങൾ സീരിയലിലേക്ക് മാറുകയാണോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ഡൗട്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഓടി കയറിയിട്ട് ഈ പറഞ്ഞ 2 വ്യക്തികളും ഇങ്ങനെ ചെയ്യുന്നവരാണെന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പഴയ ഇവരുടെ വീഡിയോസൊക്കെ വെച്ച് ഇപ്പം അങ്ങനെയും കുറേ സാധനമുണ്ട്. ഇവരുടെ സെറ്റിലുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അതിലൊക്കെ ലേഡീസും ഉണ്ട്. ഇതേതാ ഒരു നടി പരാതി കൊടുത്തു എന്നേ ഉള്ളൂ, അത് ആരാതൊന്നുമില്ല. നിങ്ങൾ ആ സീരിയലിലുള്ള എല്ലാ ലേഡീസിനും ഈ പറഞ്ഞ മാതിരി സംശയത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നതിലും ഒരു താല്പര്യമില്ല. ഇവരാണെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് അതിൻ്റെ ശിക്ഷയോ കാര്യങ്ങളോ കിട്ടട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല, വഴിയെ ഇവർക്കെതിരെ വന്ന ആരോപണം ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ സിസ്റ്റവും ആദ്യം മാറേണ്ടത് അവിടെയാണ്. ഫേക്ക് കേസ് കൊടുക്കുന്നവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റണം. കാരണം ഭാവിയിൽ ഇവർ വേറെ ആർക്കെതിരെയും ഫേക്ക് കേസായിട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കണം, ഇതൊരു ഫേക്ക് ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്നുള്ളത്. ഭയങ്കര ഒരു എക്സാമ്പിളാണ് നിവിൻ പോളിൻ്റെ ആ ഒരു കേസ്. അതിനുശേഷം പിന്നെ അവരെക്കുറിച്ച് ഒരു സംഗതിയില്ല, അവരെന്താ എങ്ങനെയാണെന്നൊന്നുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് വീഡിയോ ഇട്ടതുകൊണ്ട് നാട്ടുകാർക്ക് പിന്നെയും മനസ്സിലായി ഇന്നതാളാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഇത് ഫേക്ക് ആയത് എന്നുള്ളത്. അല്ലാത്ത പക്ഷം നിവിൻ പോളി ആ സമയത്ത് അനുഭവിച്ചു, നിവിൻ പോളി തീർന്നു, നിവിൻ പോളി പോയി. കാലാകാലം ഇന്നാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, ഇത് ഫേക്ക് ആണെന്ന് ഒന്നും, ഇത് ക്ലോസ് ചെയ്തു എന്ന് മാത്രമേ നിവിൻ പോളി ചെയ്തിട്ടില്ല എന്ന് മാത്രം അറിയും. എന്നാലും വിശ്വസിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇവരെ കേസിലാണെങ്കിലും ക്ലോസ് ചെയ്ത കേസുകളിലൊക്കെ അങ്ങനെ, ഫേക്ക് കേസുകളിലൊക്കെ അങ്ങനെയാണ്. കേസ് വന്ന സമയത്ത് അയ്യോ ഇവൻ പീഡിപ്പിച്ചു, ഇവൻ മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു. ഇതല്ല, ചെയ്തിട്ടില്ല, അത് ഫേക്കാണ്, അത് ആളുകളിലേക്ക് എത്തില്ല. മനസ്സിലായി? അത് ആൾ എത്താൻ കുറവാണ്. പിന്നെയും മുന്നിന്നും ബാക്കൊന്നും അവിടുന്ന് ഒന്ന് ഒറ്റയും തെറ്റിയിട്ട് പറയും, നീ മറ്റേ കേസിൽ ഒടുങ്ങിയല്ലേ, നീ മറ്റവനല്ലേ, ഇത് പറയും. അപ്പം അങ്ങനെയല്ല, കേസ് വന്ന് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും സോഷ്യൽ മീഡിയയിൽ വരണം. പ്രത്യേകിച്ച് 24/7 ചാനലുകളുടെ ഒരു കടമയാണ്. അവർ ഇങ്ങനെ കേസിൻ്റെ ഒരു തുമ്പ് കൊടുത്തു തുടങ്ങി അതിൻ്റെ എൻ്റെ ഒരു കാണിക്കണം. ഓക്കെ, എന്താണെങ്കിലും ഈ കേസിൻ്റെ അപ്ഡേറ്റ്സിന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്.